നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനഖാറ മനിൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശിവഗിരി കാവ്യാർച്ചനയുടെ കുമാരനാശാന് ശ്രദ്ധാഞ്ജലി. ലോക ചാമ്പ്യനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ. സമുദ്ര വാണിജ്യത്തിൽ ഇന്ത്യ വൻ ശക്തിയാവും. ബൈക്കിനും മോട്ടോയ്ക്കും പ്രവേശനമില്ല, ഇരുവശത്തേക്കും 3 വരി വീതം. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാതെ സുപ്രീം കോടതി. മരുഭൂമിയിൽ നിന്ന് 33,000 മെഗാവാട്ട്. ഇറാൻ പാക് യുദ്ധനീക്കം കുടത്തിലാക്കാൻ ചൈന. RBI വ്യവസ്ഥ വികസനം കുടുങ്ങും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ശിവഗിരി കാവ്യാർച്ചനയുടെ കുമാരനാശാന് ശ്രദ്ധാഞ്ജലി. മഹാഗുരുവിന്റെ തിരുസന്നിധിയിൽ പ്രിയ ശിഷ്യനായ മഹാകവിയുടെ വിയോഗ ശബ്ദാബ്ദി കാവ്യാർച്ചനയോടെ ആചരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ കാൽപ്പാടുകൾ പിൻപറ്റി നടന്ന കുമാരകവിയുടെ കാലടികൾ പതിഞ്ഞ ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ ആശാൻ സ്മരണകൾ കാവ്യഭാഷയിലൂടെ പുനർജനിച്ചു. ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരുടെ സാന്നിധ്യത്തിൽ ദൈവദശകം ശതാബ്ദി സ്മാരക ഹാളിൽ നടന്ന കാവ്യാർച്ചന കവി മഞ്ജു വെള്ളായണി ഉദ്ഘാടനം ചെയ്തു. 100 വർഷം മുമ്പ് ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ വന്ന് ശാരദാംബയെ വണങ്ങി പ്രാർത്ഥിച്ച ശേഷമാണ് കുമാരനാശാൻ കൊല്ലത്ത് നിന്നും റെഡീമർ ബോട്ടിൽ യാത്ര പോയതെന്ന് സൂചിപ്പിച്ച മഞ്ജു വെള്ളായണി ആനന്ദക്കൂത്തുകൾ എന്ന സ്വന്തം കവിത ചൊല്ലി. ആധുനിക കേരള സൃഷ്ടിയിൽ ഗുരുദേവനൊപ്പം ആശാനും മഹത്തായ പങ്ക് വഹിച്ചതായി അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ആശാനെ മറന്ന് കേരളത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ആശാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിത്രയങ്ങളിൽ ആശാൻ സമകാലികനായി ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രതീതിയാണുള്ളത്. ലോക ചാമ്പ്യനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ. നെതർലാൻഡ്സിൽ നടന്ന ഡാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിലവിലെ ചെസ് ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച ഇന്ത്യൻ യുവ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ഇതോടെ ഫെഡറേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നതും പ്രജ്ഞാനന്ദയ്ക്കായി. കഴിഞ്ഞ വർഷം ഇതേ ടൂർണമെന്റിൽ 4ാം റൗണ്ടിൽ പ്രജ്ഞാനന്ദ ലിറനെ തോൽപ്പിച്ചിരുന്നു. 2748.3 ഫെഡറേറ്റിംഗ് പോയിന്റാണ് പ്രജ്ഞാനന്ദയ്ക്കുള്ളത്. ആനന്ദിന് 2748 പോയിന്റും 2780 ആണ് ഡിങ് ലിറനുള്ളത്. സമുദ്ര വാണിജ്യത്തിൽ ഇന്ത്യ വൻ ശക്തിയാവും. സമുദ്ര വാണിജ്യ മേഖലയിൽ ഇന്ത്യയെ വൻ ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത 4000 കോടി രൂപയുടെ 3 പദ്ധതികൾ ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, 2ാമത്തെ ഡ്രൈ ഡോക്ക്, പുതുവൈപ്പിൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമുദ്രമേഖല തന്ത്രപ്രധാനമായതിനാൽ കൊച്ചി അടക്കമുള്ള തീരദേശ നഗരങ്ങളിൽ വൻ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് യാർഡ് ഇനി കൊച്ചിയിലാണ്. വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും സൗകര്യമൊരുക്കിയതോടെ വരുമാനവും തൊഴിലവസരങ്ങളും വർദ്ധിക്കും. ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ വൻ സാധ്യതകൾ കൂടി തിരിച്ചറിഞ്ഞാണ് സമുദ്രമേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബൈക്കിനും മോട്ടോയ്ക്കും പ്രവേശനമില്ല, ഇരുവശത്തേക്കും 3 വരി വീതം. 6 വരി പാതയാണ് അടൽ സേതുവിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അടിയന്തര ആവശ്യങ്ങൾക്കായി 7ാമത് ഒരു വഴിയുമുണ്ട്. ഓരോ ദിവസവും 70 ലക്ഷത്തോളം വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനം, മറ്റ് വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും പാലത്തിലേക്ക് പ്രവേശനമില്ല. കാർ, ടാക്സി, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മിനി ബസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ 100 കിലോമീറ്ററാണ് പരമാവധി വേഗത. കയറ്റിറക്കങ്ങളിലുള്ള പ്രദേശത്ത് വേഗപരിധി 40 കിലോമീറ്ററാണ്. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാതെ സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ
തിരഞ്ഞെടുക്കാൻ സുപ്രീം കോടതി നിശ്ചയിച്ച സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിൻ്റെ വാദം കേൾക്കാതെ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദിബാകർ മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കിയ വ്യവസ്ഥയോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ജയഡ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. മരുഭൂമിയിൽ നിന്ന് 33,000 മെഗാവാട്ട്. ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി ഗുജറാത്തിൽ. മരുഭൂമിയിലെ പൊള്ളുന്ന സൂര്യപ്രകാശവും മണൽക്കാറ്റും ഒരേ സമയം വൈദ്യുതിയാക്കി മാറ്റുന്ന ലോകത്തെ ആദ്യ സംയുക്ത പദ്ധതി ഇന്ത്യയിൽ. രാജസ്ഥാൻ മരുഭൂമിയോട് ചേർന്ന് ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള കാവഡ് മരുഭൂമിയിലാണിത്. കാറ്റാടിപ്പാടവും സോളാർ പാർക്കും ഒന്നിച്ച് പ്രവർത്തിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഹരിത ഊർജ സംവിധാനം എന്ന ബഹുമതിയും കൈവരും. പദ്ധതി പൂർത്തിയാകുമ്പോൾ പ്രതിദിനം 33,000 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും. 2022 തുടങ്ങിയ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 5 കോടി ടൺ കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കാനാകും. അദാനിയുടെ ഉടമസ്ഥതയിലാണിത്. സോളാർ പദ്ധതി 2025 പൂർത്തിയാവുമെങ്കിലും കാറ്റാടിപ്പാലം ഘട്ടങ്ങളായാണ് കമ്മീഷൻ ചെയ്യുന്നത്. 79 മീറ്റർ നീളവും 24 ടൺ ഭാരവുമുള്ള ഒരു കാറ്റാടി ഫാനിൽ നിന്നും 5.2 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും. ഇറാൻ പാക് യുദ്ധനീക്കം കുടത്തിലാക്കാൻ ചൈന. ഇറാന്റെ യുദ്ധസമ്മാന നീക്കത്തെ കുടത്തിലാക്കാൻ ചൈന രംഗത്തെത്തി. യുദ്ധസാധ്യത എവിടെ രൂപപ്പെട്ടാലും ഏതെങ്കിലും വിധത്തിൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നിരിക്കെ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതലോടെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധനീക്കത്തെ നിരീക്ഷിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും ഉറ്റ സുഹൃത്തായ ചൈന മധ്യസ്ഥതയ്ക്ക് ഒരുങ്ങുകയാണ്. സംയമനം പാലിക്കണമെന്നും സംഘർഷം രൂക്ഷമാകരുതെന്നും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ബീജിംഗിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച ഇറാൻ പാക് വ്യോമാതിർത്തി ലംഘിച്ച് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി വ്യാഴാഴ്ച പുലർച്ചെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ഭീകര ഗ്രൂപ്പുകളുടെ 7 താവളങ്ങൾ ആക്രമിച്ചതായും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും പാക് വിദേശ മന്ത്രാലയം അറിയിച്ചു. RBI വ്യവസ്ഥ വികസനം കുടുങ്ങും. കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്കുള്ള സർക്കാർ ഗ്യാരണ്ടിക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന നിയന്ത്രണം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. വായ്പാ ലഭ്യതയ്ക്കും തിരിച്ചടിയാകും. പുതിയ വ്യവസ്ഥ പ്രകാരം കേരളത്തിൽ സർക്കാരിന് വർഷം 5,000 കോടിയുടെ വായ്പകൾക്കു മാത്രമേ ഗ്യാരണ്ടി നൽകാനാവൂ. പുതിയ ബഡ്ജറ്റിലും ഇതനുസരിച്ച് വികസന പദ്ധതികൾക്കടക്കമുള്ള തുക ചുരുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർക്കിംഗ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾക്കാകെ ബാധകമാകുന്ന റിസർവ് ബാങ്ക് തീരുമാനം. പദ്ധതിക്കായി വായ്പ എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മൊത്തം തുകയുടെ 80% കൂടുതൽ തുകയ്ക്ക് ഗ്യാരണ്ടി നൽകരുത്. സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കരുത്. 1 വർഷം പരമാവധി നൽകാവുന്ന ഗ്യാരണ്ടി മൊത്ത റവന്യൂ വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5%. ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കണം വാർഷിക ഗ്യാരണ്ടി പരിധി എന്നാണ് വ്യവസ്ഥ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ശിവഗിരി കാവ്യാർച്ചനയുടെ കുമാരനാശാന് ശ്രദ്ധാഞ്ജലി. ലോക ചാമ്പ്യനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ. സമുദ്ര വാണിജ്യത്തിൽ ഇന്ത്യ വൻ ശക്തിയാവും. ബൈക്കിനും മോട്ടോയ്ക്കും പ്രവേശനമില്ല. ഇരുവശത്തേക്കും 3 വരി വീതം. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാതെ സുപ്രീം കോടതി. മരുഭൂമിയിൽ നിന്ന് 33,000 മെഗാവാട്ട്. ഇറാൻ പാക് യുദ്ധനീക്കം കുടത്തിലാക്കാൻ ചൈന. RBI വ്യവസ്ഥ വികസനം കുടുങ്ങും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72
72. ശിവഗിരി HSFM 127-ാമതാഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് C ഡിവിഷനിലെ ആയുഷ് കൃഷ്ണ. 127-ാമതാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ജീവകാരുണ്യ പഞ്ചകം രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. ആനന്ദക്കൂത്തുകൾ ആരുടെ കവിതയാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. തമിഴ് മൊഴിച്ചന്തം, ഭാഷയുടെ മധുരം, മലയാള ഭാഷ ഒരുമം കൊണ്ട പേര്. നമുക്കിന്നൊരു തമിഴ് ഗാനം കേൾക്കാം. സ്നേഹകാലത്തിന്റെ ഒഴിഞ്ഞുപോക്ക്. ദാവീദ് എന്ന ചിത്രത്തിലെ കനവേ കനവേ എന്ന ഗാനം. അനിരുദ്ധിന്റെ മാസ്മരിക സംഗീതവും ശബ്ദവും ജീവൻ പകർക്കുന്ന ഗാനം. മോഹൻ രാജിന്റെ വരികൾ. നമുക്ക് കേൾക്കാം ശിവഗിരി HSലെ 8Dയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി നിസ്റ്റ കാസിമിന്റെ മധുരമൂർന്ന ശബ്ദത്തിൽ. இசையும் போனது திமிரும் போனது தனிமை தீர் வாழியே நிழலும் போனது நிஜமும் போனது எனக்கு என்னைய தேடியே கனவு கனவே கலைவதேதோ கரங்கள் நம்மை அறைவதேதோ நினவே நினவே அறைவதேதோ எனது உலகம் உடைவதேதோ கண்கள் ரெண்டும் நீரிலே மீறப் போல வாழுது கடவுளும் பெண் இதயமும் இருக்குதாட நானும் இங்க வேறிலே நீயும் எங்க சிறப்பிலே காற்றிலெங்கும் தேடினே பேசி போனா வார்த்தது இது நியாயமா? மனம் தாங்குமா? என் ஆசைகள் அது பாபமா? கனவு கனவே கலைவதேதோ கரங்கள் ரணமை அறைவதேதோ நினைவே நினைவே அறைவதேதோ எனது உலகம் உடைவதேதோ. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.